നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. കാഞ്ചൻജംഗ ദേശീയോദ്യാനത്തിന് പേരുകേട്ട സംസ്ഥാനം ഗുജറാത്ത്, ഹരിയാന, സിക്കിം, മണിപ്പൂർ. കാഞ്ചൻജംഗ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് തുക എത്ര? 1 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ, 4 ലക്ഷം രൂപ, 50,000 രൂപ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് തുക 1 ലക്ഷം രൂപയാണ്. സാപ്തി എന്ന പേരിൽ ഭൂനികുതി ഏർപ്പെടുത്തിയ മുഗൾ ചക്രവർത്തി ബാബർ, അക്ബർ, ഷാജഹാൻ ഇവരാരുമല്ല. സാപ്തി എന്ന പേരിൽ ഭൂനികുതി ഏർപ്പെടുത്തിയ മുഗൾ ചക്രവർത്തിയായിരുന്നു അക്ബർ. ഇന്ത്യൻ വ്യോമസേനാ ദിനം ആയി ആചരിക്കുന്നത് എന്ന്? ഒക്ടോബർ 2, ഒക്ടോബർ 28, ഒക്ടോബർ 8, ഒക്ടോബർ 19. ഇന്ത്യൻ വ്യോമസേന ദിനം ഒക്ടോബർ 8-നാണ്. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? CP അയ്യൻ, GC കുര്യൻ, MM നായർ, PV അയ്യപ്പൻ. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് PV അയ്യപ്പൻ. ഷഡ്ഭുജം എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? പാരീസ്, ഗ്രീസ്, ഏഥൻസ്, ഫ്രാൻസ്. ഷഡ്ഭുജം എന്ന പേരിൽ അറിയപ്പെടുന്ന രാജ്യമാണ് ഫ്രാൻസ്. സോഫിയ ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ്? ഈജിപ്ത്, ഇന്തോനേഷ്യ, ബൾഗേറിയ, റഷ്യ. സോഫിയ ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ്? ബൾഗേറിയയുടെ തലസ്ഥാനമാണ്. കാനഡയുടെ ചിഹ്നം ഏത് മൃഗമാണ്? മാൻ, ഒട്ടകം, ബീവർ, കടുവ. കാനഡയുടെ ഔദ്യോഗിക ചിഹ്നമായി അവർ തിരഞ്ഞെടുത്ത മൃഗം ബീവറിന്റെയാണ്. ഭൂമിയിൽ എത്ര ടെക്ടോണിക് പ്ലേറ്റുകൾ ഉണ്ട്? 11, 7, 14, 8. ഭൂമിയിൽ ആകെ എത്ര ടെക്ടോണിക് പ്ലേറ്റുകൾ ഉണ്ട്? 7 എണ്ണമാണ് ഉള്ളത്. ഏത് രാജ്യത്തിന്റെ പതാകയിലാണ് രാജ്യത്തിന്റെ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്നത്? സൈപ്രസ്, ഗ്രീസ്, വെനീസ്, ബ്രിട്ടൻ. രാജ്യത്തിന്റെ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്നത് സൈപ്രസ് ആണ്. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ D, വിറ്റാമിൻ C, വിറ്റാമിൻ K, വിറ്റാമിൻ B. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ D. ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്രയാണ്? 5, 7, 6, 8. ശുദ്ധജലത്തിന്റെ pH മൂല്യം എന്ന് പറയുന്നത് 7 ആണ്. ബലൂണുകൾ പൊങ്ങിക്കിടക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഹീലിയം, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ. ബലൂണുകൾ പൊങ്ങിക്കിടക്കാൻ ഉപയോഗിക്കുന്ന വാതകമാണ് ഹീലിയം. മഹാരാഷ്ട്രയുടെ തലസ്ഥാനം ഏതാണ്? അമരാവതി, പൂന, നാഗ്പൂർ, മുംബൈ. മഹാരാഷ്ട്രയുടെ തലസ്ഥാനം ഏത്? മുംബൈയാണ് മഹാരാഷ്ട്രയുടെ തലസ്ഥാനം. സുന്ദർബൻസ് കണ്ടൽക്കാടുകൾക്ക് പേരുകേട്ട ഇന്ത്യൻ സംസ്ഥാനം ഏത്? പശ്ചിമ ബംഗാൾ, ഒഡീഷ, ഉത്തർപ്രദേശ്, ബീഹാർ. പശ്ചിമ ബംഗാളാണ് ശരിയായ ഉത്തരം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഏറ്റവും തെക്കേ അറ്റം ഏതാണ്? കന്യാകുമാരി, സിക്കിം, ജമ്മു കാശ്മീർ, ഗോവ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഏറ്റവും തെക്കേ അറ്റം കന്യാകുമാരിയാണ്. പ്രശസ്തമായ വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ജാർഖണ്ഡ്. വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഗ്രേറ്റ് ഇന്ത്യൻ മരുഭൂമിക്ക് പേരുകേട്ട സംസ്ഥാനം ഏത്? സിക്കിം, ഡൽഹി, രാജസ്ഥാൻ, പഞ്ചാബ്. ഗ്രേറ്റ് ഇന്ത്യൻ മരുഭൂമിക്ക് പേരുകേട്ട സംസ്ഥാനം രാജസ്ഥാനാണ്.
ഏഷ്യൻ സിംഹങ്ങളുടെ ആവാസ കേന്ദ്രമായ ഗിർ വനത്തിന് പേരുകേട്ട സംസ്ഥാനം ഗുജറാത്ത്, രാജസ്ഥാൻ, ഒഡീഷ, കർണാടക. ഗിർ വനം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഏത്? സിന്ധു നദി, കാവേരി, ഗോദാവരി, നർമ്മദ. നീളത്തിൽ രണ്ടാം സ്ഥാനമുള്ള നദിയാണ് ഗോദാവരി. അമേരിക്കൻ നാണയത്തിലും ബാങ്ക് നോട്ടിലും പ്രത്യക്ഷപ്പെടാത്ത മുൻ പ്രസിഡന്റ് ആര്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, എബ്രഹാം ലിങ്കൺ, ജോർജ് വാഷിംഗ്ടൺ. ഇവരാരുമല്ല. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ് ശരിയായ ഉത്തരം. ലൂസിയാന പർച്ചേസ് നടന്ന വർഷം 1802, 1803, 1801, 1800. ലൂസിയാന പർച്ചേസ് നടന്ന വർഷം 1803. ബാക്കു നഗരം ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. ബാക്കു എന്ന നഗരം സ്ഥിതി ചെയ്യുന്നത് ഏഷ്യ ഭൂഖണ്ഡത്തിലാണ്. കേരളത്തിലെ കിഴങ്ങുവർഗ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? മണി എം, ഷാജി എം, കെ ജി ജോയി, എം എസ് രാജ. കിഴങ്ങുവർഗ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് എം എസ് രാജയാണ്. ആരുടെ ഭരണകാലത്താണ് 4ാമത്തെ ബുദ്ധമത സമ്മേളനം നടന്നത്? ആര്യൻ, കനിഷ്കൻ, ദേവൻ, നളൻ. 4ാമത്തെ ബുദ്ധമത സമ്മേളനം നടന്നത് കനിഷ്കന്റെ ഭരണകാലത്താണ്. സാവർഗരികൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാൻ, ഗുജറാത്ത്, പഞ്ചാബ്, ഹരിയാന. സാവർഗരികൾ സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. സൈബർ സുരക്ഷാ അവബോധ മാസം ആചരിക്കുന്നത് എപ്പോഴാണ്? സെപ്റ്റംബർ, ഓഗസ്റ്റ്, ഒക്ടോബർ, മാർച്ച്. സൈബർ സുരക്ഷാ അവബോധ മാസം ആചരിക്കുന്നത് ഒക്ടോബർ മാസത്തിലാണ്. 1-ാം ലോക മഹായുദ്ധം നടന്നത് എപ്പോഴാണ്? 1913, 1914, 1912, 1919. 1-ാം ലോക മഹായുദ്ധം നടന്നത് 1914. ഏത് രാജ്യത്താണ് കഞ്ചാവ് ഉദ്ഭവിച്ചത്? ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ, ചൈന. കഞ്ചാവ് ഉദ്ഭവിച്ചത് എവിടെയാണ്? ചൈനയിലാണെന്ന് പറയപ്പെടുന്നു. ഉപ്പ് ശ്രേണി സ്ഥിതി ചെയ്യുന്നത് എവിടെ? പാകിസ്ഥാൻ, ഇന്ത്യ, നേപ്പാൾ, അറേബ്യ. ഏത് രാജ്യത്താണ് ഉപ്പ് ശ്രേണി സ്ഥിതി ചെയ്യുന്നത്? പാകിസ്ഥാനിലാണ്. ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജന ഉദ്യാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജന ഉദ്യാനം കേരളമാണ്. ഹംപി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടക, ഹരിയാന, തമിഴ്നാട്, പഞ്ചാബ്. ഏത് സംസ്ഥാനത്താണ് ഹംപി സ്ഥിതി ചെയ്യുന്നത്? കർണാടകയിലാണ്. ഏറ്റവും കൂടുതൽ എണ്ണ അടങ്ങിയിരിക്കുന്ന പഴം ഏത്? ഒലീവ്, വാഴപ്പഴം, ലിച്ചി. ഇവയൊന്നുമല്ല. ഏറ്റവും കൂടുതൽ എണ്ണ അടങ്ങിയിരിക്കുന്ന പഴമാണ് ഒലീവ്. തണ്ണിമത്തന്റെ എത്ര ശതമാനം ജലമാണ്? 92%, 98%, 95%, 90%. ഒരു തണ്ണിമത്തന്റെ ഏകദേശം 92%വും ജലമാണ്. ചെറി മരത്തിന്റെ പൂവ് ഏത് രാജ്യത്തിന്റെ ദേശീയ ചിഹ്നമാണ്? നേപ്പാൾ, പാകിസ്ഥാൻ, ചൈന, ഒമാൻ. ചെറി മരത്തിന്റെ പൂവ് ചൈനയുടെ ദേശീയ ചിഹ്നമാണ്. പുറത്ത് വിത്തുകൾ ഉള്ള ഒരേയൊരു പഴം ഏത്? മൾബറി, പേരയ്ക്ക, സ്ട്രോബെറി, ആത്തച്ചക്ക. പുറത്ത് വിത്തുകൾ കാണപ്പെടുന്ന ഒരേ ഒരു പഴമാണ് സ്ട്രോബെറി. പാതാളത്തിന്റെ ഫലം എന്ന് പറയുന്നത് എന്തിനെയാണ്? തക്കാളി, മാങ്ങ, മാതള നാരങ്ങ,
ചക്കപ്പഴം. പാതാളത്തിന്റെ ഫലം എന്ന് പറയുന്നത് മാതള നാരങ്ങയാണ്. നീറ്റ് യോഗ്യത നേടുന്നതിനുള്ള പരമാവധി പ്രായപരിധി എത്രയാണ്? 25 വയസ്സ്, 29 വയസ്സ്, 34 വയസ്സ്, 30 വയസ്സ്. 25 വയസ്സാണ് ശരിയായ ഉത്തരം. ഇംഗ്ലീഷിന് പുറമെ ഏത് ഭാഷയിലാണ് നീറ്റ് നടത്തുന്നത്? ഹിന്ദി, സംസ്കൃതം, മലയാളം, അറബി. നീറ്റ് പരീക്ഷ ഇംഗ്ലീഷിന് കൂടാതെ ഹിന്ദിയിലും നടത്തപ്പെടുന്നു. എക്സ്റേകളിൽ കോൺട്രാസ്റ്റ് ഏജന്റായി ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? റെഡോൺ, ഒഗനസോൺ, സെനോൺ. ഇവയൊന്നുമല്ല. കോൺട്രാസ്റ്റ് ഏജന്റായി ഉപയോഗിക്കുന്ന വാതകം സെനോൺ ആണ്. ചൈനീസ് അംബാസിഡറായ ആദ്യ വനിതയാര്? ബീര കുമാർ, VS രാമദേവി, നിരുപമ റാവു, K ത്രേസ്യ. ചൈനീസ് അംബാസിഡറായ ആദ്യ വനിതയാണ് നിരുപമ റാവു. നിരുപമ റാവു ആണ് ആദ്യ ചൈനീസ് അംബാസിഡറായി നിയമിതയായത്. ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്ന്? ജനുവരി 4, നവംബർ 2, സെപ്റ്റംബർ 16, ഒക്ടോബർ 15. ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 16-നാണ്. ആഗോളതാപനം മരമാണ് മറുപടി എന്നത് ഏതു പദ്ധതിയുടെ മുദ്രാവാക്യമാണ്? ഹരിത കേരളം, കുടുംബശ്രീ, പുനർജനി, ഗ്രീൻ കാർഡ്. ഹരിത കേരളത്തിന്റെ മുദ്രാവാക്യമാണ്. ഏഷ്യയും യൂറോപ്പിനെയും വേർതിരിക്കുന്ന പർവ്വതം ഏത്? ആൽപ്സ് പർവ്വതനിര, യൂറാൽ പർവ്വതനിര, ഹിമാലയം, ആരവല്ലി. ഏഷ്യയെയും യൂറോപ്പിനെയും വേർതിരിക്കുന്ന പർവ്വതമാണ് യൂറാൽ പർവ്വതനിര. ഏറ്റവും വലിയ ശൈത്യ മരുഭൂമി ഏത്? ഗോബി, സഹാറ, പിർച്ചഞ്ചൽ മരുഭൂമി, താർ മരുഭൂമി. ഏറ്റവും വലിയ ശൈത്യ മരുഭൂമിയാണ് ഗോബി മരുഭൂമി. വിക്കിപീഡിയ എഡിഷനിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ ആദിവാസി ഭാഷ ഏത്? സന്താളി, ഹീബ്രു, ഗാദിക്, ചിലിയ. ആദ്യ ഇന്ത്യൻ ആദിവാസി ഭാഷയാണ് സന്താളി. ടാഗോർ കുന്നുകൾ കാണപ്പെടുന്ന സംസ്ഥാനം ഏത്? ജാർഖണ്ഡ്, മിസോറാം, സിക്കിം, കർണാടക. ടാഗോർ കുന്നുകൾ കാണപ്പെടുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ്. തെക്കേ ഇന്ത്യയുടെ ഓക്സ്ഫോർഡ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്ഥലം ഏത്? തഞ്ചാവൂർ, തിരുച്ചിറപ്പള്ളി, തിരുനെൽവേലി, ശിവകാശി. ഓക്സ്ഫോർഡ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് തിരുനെൽവേലി. തിരുനെൽവേലിയാണ് ഓക്സ്ഫോർഡ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്ഥലം. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന നഗരം ഏത്? മുംബൈ, ചെന്നൈ, ലക്നൗ, കൊൽക്കത്ത. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന നഗരമാണ് കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ ആണവ വൈദ്യുത നിലയം ഏത്? താരാപൂർ, നെയ്വേലി, കോർബ, ദാദ്രി. താരാപൂർ ആണവ വൈദ്യുത നിലയമാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കപ്പെട്ടത് എന്ന്? 1947, 1950, 1956, 1962. പുനഃസംഘടിപ്പിക്കപ്പെട്ടത് 1956-നായിരുന്നു. ഭൂമധ്യരേഖയിൽ പകൽ സമയം എത്ര മണിക്കൂറാണ്? 12 മണിക്കൂർ, 14 മണിക്കൂർ, 13 മണിക്കൂർ, 11 മണിക്കൂർ. ഭൂമധ്യരേഖയിൽ പകൽ സമയം 12 മണിക്കൂറാണ്. ഒരു കമ്പ്യൂട്ടറിൽ ക്രിയകൾ നിർവഹിക്കപ്പെടുന്ന യൂണിറ്റ് ഏത്? ഇൻപുട്ട്, ഔട്ട്പുട്ട്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, മെമ്മറി. ക്രിയകൾ നിർവഹിക്കുന്ന യൂണിറ്റാണ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. ഇന്ത്യയിലെ ജനസംഖ്യ 100 കോടി കഴിഞ്ഞത് എന്നാണ്? 2000 മാർച്ച് 15, 2000 മെയ് 11, 2001 മെയ് 11, 2001 മാർച്ച് 15. 100 കോടി കഴിഞ്ഞത് 2001 മാർച്ച് 15-നായിരുന്നു.
ഘ്രാണശക്തി ഏറ്റവും കൂടുതലുള്ള ജീവി ഏത്? സ്രാവ്, നായ, മനുഷ്യൻ, പാമ്പ്. ഘ്രാണശക്തി ഏറ്റവും കൂടുതലുള്ള ജീവിയാണ് സ്രാവ്. ലിറ്റിൽ ലാസ എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? ധർമ്മശാല, കോയമ്പത്തൂർ, പിറവം, മനില. ലിറ്റിൽ ലാസ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ധർമ്മശാല. വെടിയുപ്പിന്റെ രാസനാമം എന്ത്? അമോണിയം ക്ലോറൈഡ്, പൊട്ടാസ്യം നൈട്രേറ്റ്, ഹൈഡ്രോ കാർബണേറ്റ്, കാർബൺ മോണോക്സൈഡ്. വെടിയുപ്പിന്റെ രാസനാമം പൊട്ടാസ്യം നൈട്രേറ്റ് എന്നാണ്. ത്വക്കിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന സംവേദങ്ങൾ എത്ര? 5, 2, 3, 4. ത്വക്കിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന സംവേദങ്ങൾ 5 ആണ്. ചതുപ്പ് രോഗം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രോഗം ഏത്? പ്ലേഗ്, ഹീമോഫീലിയ, മലേറിയ, സാർസ്. ചതുപ്പ് രോഗം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രോഗമാണ് സാർസ് രോഗം. ജീവകം ഡിയുടെ അഭാവത്താൽ ഉണ്ടാകുന്ന രോഗം ഏത്? സ്കർവി, ബെറിബെറി, കണരോഗം, ഗോയിറ്റർ. ജീവകം ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണരോഗം. എംപയർ സ്റ്റേറ്റ് കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് എപ്പോഴാണ്? 1929, 30, 1935, 32. എംപയർ സ്റ്റേറ്റ് കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് 1929 ബുദ്ധൻ ജനിച്ചത് ഏത് രാജ്യത്താണ്? ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, റഷ്യ. എവിടെയാണ് ബുദ്ധൻ ജനിച്ചത്? ബുദ്ധൻ ജനിച്ചത് നേപ്പാളിലായിരുന്നു. രാജ്യസഭയിൽ അംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്ര? 21 വയസ്സ്, 26 വയസ്സ്, 30 വയസ്സ്, 35 വയസ്സ്. രാജ്യസഭയിൽ അംഗമാവാൻ കുറഞ്ഞത് 30 വയസ്സ് പൂർത്തിയാവണം. അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവൽ വളരെ ആവേശത്തോടെ ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഗുജറാത്ത്, കർണാടക, കേരളം, ഒഡീഷ. കൈറ്റ് ഫെസ്റ്റിവൽ ഗുജറാത്തിലാണ് ആഘോഷിക്കുന്നത്. കായലുകൾക്കും ഹൗസ് ബോട്ടുകൾക്കും പേരുകേട്ട ഇന്ത്യൻ സംസ്ഥാനം ഏത്? തമിഴ്നാട്, കേരളം, ഗോവ, രാജസ്ഥാൻ. പേരുകേട്ട ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. ഏറ്റവും ഉയർന്ന താപനില അനുഭവപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഗുജറാത്ത്, ഹരിയാന, രാജസ്ഥാൻ, ജമ്മു കാശ്മീർ. ഉയർന്ന താപനില അനുഭവപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ. വൈദ്യുതിയുടെ ഏറ്റവും മികച്ച ചാലകം ഏത് ലോഹമാണ്? ചെമ്പ്, സ്വർണം, ഇരുമ്പ്, അലൂമിനിയം. വൈദ്യുതിയുടെ ഏറ്റവും മികച്ച ചാലകമാണ് ചെമ്പ്. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ വർഷം ഏത്? 1947, 1946, 1949, 1948. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് 1947 സങ്കീർണമായ മുഖഭാവങ്ങൾക്കും ഭംഗിയുള്ള ചലനങ്ങൾക്കും പേരുകേട്ട ക്ലാസിക്കൽ നൃത്തരൂപം? കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കഥകളി, ഭരതനാട്യം. ക്ലാസിക്കൽ നൃത്തരൂപമാണ് ഭരതനാട്യം. ഇന്ത്യയുടെ ക്ലാസിക്കൽ ഭാഷ ഏതാണ്? സംസ്കൃതം, ഉറുദു, ഹിന്ദി, തമിഴ്. ഇന്ത്യയുടെ ക്ലാസിക്കൽ ഭാഷയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് സംസ്കൃതത്തെയാണ്. നൂറ്റാണ്ടുകളോളം ഇല പൊഴിക്കാതെ നിൽക്കുന്ന വൃക്ഷം ഏത്? വെൽവെഷിയ, പൈൻ, സെക്വയ, മഹാഗണി. വെൽവെഷിയാണ് ശരിയായ ഉത്തരം. ഇന്ത്യ ആക്രമിച്ച ഗ്രീക്ക് ചക്രവർത്തി ആര്? അലക്സാണ്ടർ, അശോകൻ, ചന്ദ്രഗുപ്തൻ, പുഷ്യമിത്രൻ. ഇന്ത്യയെ ആക്രമിച്ച ഗ്രീക്ക് ചക്രവർത്തിയായിരുന്നു അലക്സാണ്ടർ. രക്തം കട്ട പിടിക്കാൻ കാലതാമസം എടുക്കുന്ന രോഗം ഏത്? അനീമിയ, ഹീമോഫീലിയ, ആന്ത്രാക്സ്, അൽബിനിസം.
ഹീമോഫീലിയാണ് ശരിയായ ഉത്തരം. ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള രാജ്യം ഏത്? ഇന്ത്യ, ചൈന, ജപ്പാൻ, ഇംഗ്ലണ്ട്. ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള രാജ്യമാണ് ഇന്ത്യ. ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ പൂച്ച ഏത്? കാർബൺ കോപ്പി, വിക്ടോറിയ, പ്രൊമിത്യ, ദുർഗ. കാർബൺ കോപ്പിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ സർവകലാശാല സ്ഥാപിച്ചതെവിടെ? വിജയവാഡ, പൂന, ഡൽഹി, മുംബൈ. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ സർവകലാശാല സ്ഥാപിച്ചത് വിജയവാഡയിലായിരുന്നു. ദേശീയ ഹൃദയ ശസ്ത്രക്രിയ ദിനമായി ആചരിക്കുന്നത് എന്ന്? ആഗസ്റ്റ് 3, ജൂൺ 2, മെയ് 10, ഏപ്രിൽ 4. ദേശീയ ഹൃദയ ശസ്ത്രക്രിയ ദിനമായി ആചരിക്കുന്നത് ആഗസ്റ്റ് 3-നാണ്. സസ്യങ്ങളുടെ വളർച്ചാ തോത് കൂടുന്നത് എപ്പോഴാണ്? രാത്രി, രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം. സസ്യങ്ങളുടെ വളർച്ചാ തോത് കൂടുന്നത് രാത്രിയിലാണ്. കാറ്റുവഴിയുള്ള പരാഗണത്തിന് പറയുന്ന പേരെന്ത്? എൻഡമോഫിലി, സൂഫിലി, അനിമോഫിലി, ഹൈഡ്രോഫിലി. കാറ്റുവഴിയുള്ള പരാഗണത്തിന് പറയുന്ന പേരാണ് എൻഡമോഫിലി. നാര് വേര് പടലമുള്ള സസ്യം ഏത്? നാര് വേര് പടലങ്ങളുള്ള സസ്യം ഏത്? നെല്ല്, ചോളം, റാഗി, കരിമ്പ്. നാര് വേര് പടലമുള്ള സസ്യമാണ് നെല്ല്. നീർമഹൽ ജലോത്സവം നടക്കുന്ന സംസ്ഥാനം ഏത്? ജാർഖണ്ഡ്, ത്രിപുര, ആസാം, പഞ്ചാബ്. നീർമഹൽ ജലോത്സവം നടക്കുന്ന സംസ്ഥാനമാണ് ത്രിപുര. കൊല്ലത്ത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മത്സ്യം ഏത്? ചെമ്മീൻ, സ്രാവ്, അയല, ചൂര. കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മത്സ്യമാണ് ചെമ്മീൻ. ഗൂഗിളിന്റെ ആപ്തവാക്യം എന്ത്? തിന്മ അരുത്, നല്ല നാളെ, അനന്ത സാധ്യത, സുവർണകാലം. ഗൂഗിളിന്റെ ആപ്തവാക്യം എന്ത്? തിന്മ അരുത്. വെള്ളം തണുത്തിരിക്കുന്നത് ഏത് തരം പാത്രത്തിൽ സംഭരിക്കുമ്പോഴാണ്? മൺപാത്രം, ഗ്ലാസ് പാത്രം, പ്ലാസ്റ്റിക് പാത്രം, ലോഹപാത്രം. മൺപാത്രങ്ങളിലാണ്. ഏറ്റവും കൂടുതലായി ഉപയോഗിക്കപ്പെടുന്ന ലവണം ഏത്? അലക്കുകാരം, ആലം, കറിയുപ്പ്, പൊട്ടാസ്യം ക്ലോറൈഡ്. ഏറ്റവും കൂടുതലായി ഉപയോഗിക്കപ്പെടുന്ന ലവണമാണ് അലക്കുകാരം. ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ഏറ്റവും കൂടുതൽ തിളങ്ങിക്കാണുന്ന ഗ്രഹം ഏത്? ജൂപ്പിറ്റർ, മെർക്കുറി, വീനസ്, പ്ലൂട്ടോ. ഏറ്റവും കൂടുതൽ തിളങ്ങിക്കാണുന്ന ഗ്രഹമാണ് വീനസ്. ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആര്? ഇന്ദിരാഗാന്ധി, ഗോൾഡ മേർ, മാർഗരറ്റ് താച്ചർ, സിരിമാവോ ഭണ്ഡാര നായിക്കെ. സിരിമാവോ ഭണ്ഡാര നായിക്കയായിരുന്നു. ഇന്ത്യയുടെ സുവർണ താരം എന്നറിയപ്പെടുന്ന കായിക താരം ആര്? ഷൈനി വിൽക്കാൻ, പി.ടി. ഉഷ, ഏലമ്മ, നിരുപമ റാവു. ഇന്ത്യയുടെ സുവർണ താരം എന്നറിയപ്പെടുന്ന കായിക താരമാണ് പി.ടി. ഉഷ. ലൈംഗിക വൈകൃതങ്ങൾ ഉള്ളവരുടെ പൊതു സവിശേഷത? സൈലന്റ് ആയിരിക്കും, ദേഷ്യമുള്ളവർ ആയിരിക്കും, തമാശ പറയുന്നവർ ആയിരിക്കും, കൂടുതൽ സംസാരിക്കുന്നവർ ആയിരിക്കും. പൊതുവെ സൈലന്റ് ആയി കാണപ്പെടുന്നു. സ്ത്രീ യോനിയിൽ വെളിച്ചെണ്ണ പുരട്ടി ബന്ധപ്പെട്ടാൽ യോനി അയയും, സംഭോഗം എളുപ്പമാകും, യോനി മൃദുവാകും, രതിസുഖം വർദ്ധിക്കും. സ്ത്രീ യോനിയിൽ വെളിച്ചെണ്ണ പുരട്ടി ബന്ധപ്പെട്ടാൽ സംഭോഗം എളുപ്പമാകും,